നമ്മൾ ഒരു കൈയില്ല എന്ന് പറയുമ്പോഴും അയാൾ എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് കുറച്ചുകൂടി വ്യക്തമായി എനിക്ക് തോന്നുന്നു ഡോക്ടർ ഷേർലി വാസുവിന് പറയാൻ പറ്റും. ഫോറൻസിക് സർജൻ ഞാൻ ഷേർലി വാസുവിലേക്ക് പോവുകയാണ്. ഡോക്ടർ ഷേർലി വാസു, ഈ ഗോവിന്ദച്ചാമി നടത്തിയ അതിക്രൂരമായ ബലാത്സംഗം അത് ഏതൊക്കെ തരത്തിലാണ് സൗമ്യയ്ക്ക് പരിക്കേൽപ്പിച്ചത് എന്നടക്കമുള്ള വിവരങ്ങൾ ഡോക്ടർ ഷേർലി വാസുവിന് അറിയാം. അയാൾക്ക് ഒരു കൈയില്ല, പക്ഷെ അതൊരു ബുദ്ധിമുട്ടായി അയാൾക്ക് മാറുന്നില്ല എന്ന് മാത്രമല്ല, അതിനെ ഒരു കൈയില്ല എങ്കിലും ആ കൈ കൊണ്ട്, ആ ഭാഗം കൊണ്ട് അയാൾ എത്രത്തോളം ശക്തമായി പ്രഹരിക്കുന്നുണ്ട് എന്നുള്ള കാര്യമടക്കം ഡോക്ടർക്ക് അറിയാം. അതിൽ അതിക്രൂരമായ കാര്യങ്ങൾ മാത്രമല്ല, അയാൾ ഇപ്പോൾ ജയിലിൽ ആ കൈ ഇല്ല എങ്കിലും അയാൾ അവിടെ വ്യായാമം ചെയ്യുന്നുണ്ട്, പുഷപ്സ് എടുക്കുന്നുണ്ട്. അയാൾക്ക് ഒരു കൈയില്ലാത്തൊരവസ്ഥയില്ല. ആ ഭാഗം കൊണ്ട് അയാൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നാണ് ജയിൽ ജീവനക്കാർ പറയുന്നത്. ഡോക്ടറുടെ ഒരു മനസ്സിലാക്കൽ സൗമ്യയെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഘട്ടത്തിൽ ഒരു ഫോറൻസിക് സർജൻ എന്ന നിലയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടല്ലോ, ഒന്ന് വിശദീകരിക്കാമോ? ഓക്കെ, സൗമ്യയുടെ ശരീരത്തിൽ ഒരു കൈ കൊണ്ടുള്ള പ്രയോഗങ്ങൾ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. രണ്ടാമത്തെ കൈ, ഇടത്തു കൈയുടെ ഒരു സ്പർശമേറ്റിട്ടില്ല. വലത്ത് കൈ കൊണ്ട് മാത്രമാണ് ഉടുപ്പിന്റെ ഇടത്ത് കോളർ സൈഡിൽ പിടിച്ച് വലിച്ചിട്ട് ഇടത്തെ കൈയെ പിടിച്ചിട്ട് തിരിച്ച് പുറകോട്ട് വെക്കുക, പിന്നെ മുടി പിടിച്ചിട്ട് ഇടിച്ച് പരിക്കേൽപ്പിച്ച് താഴെ ഇടുക, എടുത്ത് ചുമലിലിട്ട് പോവുക, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അവരുടെ ഡ്രസ്സ് മുഴുവൻ അഴിച്ചിട്ടുണ്ട്. അതിൽ അയാള് പോലീസിനടുത്ത് അമർഷം പറഞ്ഞിട്ടുണ്ട്. 2 ലെയർ ഡ്രസ്സ് ഇട്ടിരുന്നു എന്ന് തോന്നുന്നു. കുട്ടി ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി പോരുമ്പോ മേലെ ഒരു ഉടുപ്പും കൂടി ഇടുകയാണ് ചെയ്തത്. അപ്പൊ അത് അഴിച്ചു മാറ്റേണ്ടി വന്നതിലുള്ള ദേഷ്യമൊക്കെ അയാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത് ചെറിയ അലോരസങ്ങൾ അയാൾക്ക് ഉണ്ടാക്കുന്നുണ്ട്, അയാൾക്ക് കൈയില്ലാത്തത് കൊണ്ട്. പക്ഷേ അയാൾ അത് ഓവർകം ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞ ആളാണ്. അയാള് മുന്നാലെ ബൈക്ക് ഓടിച്ചിരുന്നു എന്നാണ് അയാൾ പറയുന്നത്. പക്ഷെ ഇപ്പൊ അത് ഒരുപക്ഷെ അയാൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അയാളുടെ മറ്റു കാര്യങ്ങൾ, അയാൾ കൂടുന്ന ട്രെയിനിൽ പിടിച്ച് കയറാനും, ഒരു കൈ കൊണ്ട് കയറാനും ഒരു കൈ കൊണ്ട് ഇറങ്ങാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അയാൾക്ക് പറ്റുന്നുണ്ട്. ഹീസ് വെരി എജൈൽ. അയാൾക്ക് ഡോക്ടർ ഹിതേഷ് ശങ്കർ ഇദ്ദേഹത്തിനെ പരിശോധന നടത്തിയപ്പം അദ്ദേഹത്തിന് മുറിവുള്ള സാധാരണ കൈ, ഒരു കൈപ്പത്തി പോയ ഒരാളുടെ ഫോറാം വീക്കാണ് ഉണ്ടാവുക. കാരണം അത് ഉപയോഗപ്പെടുത്താത്തത് കൊണ്ട് അതിന് ബലക്കുറവാണ് ഉണ്ടാവുക. അദ്ദേഹം ഗ്രേഡ് 5, അതായത് സാധാരണ മനുഷ്യർക്ക് സാധാരണ ഉള്ള നോർമൽ സ്ട്രെങ്ത് ആ മുറിഞ്ഞു പോയ കയ്യിലും ബാക്കി നിൽക്കുന്ന ഭാഗത്ത് ഉണ്ട് എന്നുള്ളത് കോടതിയിൽ തെളിവായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇദ്ദേഹത്തിന് പരിശോധിച്ച് കിട്ടിയ ഫലങ്ങളാണ്. അയാളുടെ 2 കൈയും തമ്മിൽ വ്യത്യാസമില്ല, അയാൾക്ക് കൈപ്പത്തി ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇയാൾ ആ കൈമടക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നതിൽ ഒട്ടും അതിശയം അത്ഭുതമൊന്നും നമുക്കാർക്കും തോന്നണില്ല. അയാൾക്ക് അതൊരു ഹാൻഡിക്യാപ്പ് എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ അയാൾ അതിനെ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇയാൾ ഈ പുറത്തേക്ക് ചാടി എന്ന് പറഞ്ഞപ്പോൾ ആ നിമിഷം ഡോക്ടർക്ക് തോന്നിയ ഒരു കാര്യം എന്താണ്? അയാൾ ചാടി എന്ന് പറഞ്ഞപ്പോ എല്ലാ സ്ത്രീകൾക്കും സുരക്ഷ നഷ്ടപ്പെട്ടു. അയാളെ തിരിച്ചു പിടിക്കുന്നത് വരയ്ക്കും വി ഓൾ ഫീൽ അൺസേഫ്. കാരണം അയാൾ എന്ത് ചെയ്യും എന്നുള്ളത് അയാൾക്ക് മാത്രമേ, കണ്ണിൽ കണ്ടവരെ ഉപദ്രവിക്കുന്ന ഒരു നേച്ചറാണ്. അയാളെ പിക്കപ്പ് ചെയ്തത് യാതൊരു മുൻകരുതലും ഒന്നുമില്ലാതെ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ട് യാത്ര ചെയ്തു എന്നുള്ളത് മാത്രമാണ് ആ കുട്ടി ചെയ്ത. കുട്ടിയുടെ കൂടെ ആ സമയത്ത് ഒരു ഗാർഡിയൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മാത്രമാണ്. ലേഡീസ് കമ്പാർട്ട്മെന്റിലാണ് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തതാണ്. ലാസ്റ്റ് ഫേസ് വരയ്ക്കും അവരെ കൂടെ യാത്രക്കാരുണ്ടായിരുന്നതാണ്. അവരുടെ സൈഡിൽ 100% ഉണ്ട്. ഇയാൾ ടിക്കറ്റ്ലെസ് ആണ്, ഇൻട്രൂഡർ ആണ്, ഒരു മലീഷ്യസ് ഇന്റൻഷനിൽ തന്നെ കയറിയിട്ട് പ്രവർത്തിച്ചതാണ്. അപ്പൊ അയാൾക്ക് അതിലൊരു തടസ്സങ്ങളൊന്നും ഇല്ല. അയാൾക്ക് ആരെയും പിടിച്ചിട്ട് എന്തും ചെയ്യാം. പേഴ്സണലി സ്പീക്കിംഗ് എന്റെ വീട്ടുകാരെല്ലാം എന്റെ സേഫ്റ്റിനെ പറ്റിയിട്ടും ബോധേഡായിരുന്നു. എന്തുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ ഒരു ആശങ്ക? ഡോക്ടറെ കൃത്യമായിട്ട് അയാൾക്ക് എങ്ങനെ അറിയാം? ഞാൻ 4 ദിവസം അയാൾക്കെതിരെ മുഖത്ത് നോക്കി തെളിവ് കൊടുത്ത ആളല്ലേ. അയാൾ ചെയ്തതെല്ലാം കൈകൊണ്ട് അഭിനയിച്ചും കാണിച്ചു. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നിരവധി തവണ കോടതിയിൽ അയാൾ ചെയ്ത ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിച്ചു കൊടുത്തിട്ടല്ലേ എവിഡൻസ് കൊടുത്തത്. അയാളുടെ പ്രസൻസിൽ തന്നെയല്ലേ. നമ്മൾ അങ്ങനെയാണ് കൊടുക്കുന്നത്. പ്രതിയുടെ മുന്നിൽ വെച്ച് തെളിവ് കൊടുക്കണം, പ്രതിക്ക് മനസ്സിലാവുന്ന രീതിയിൽ തെളിവ് കൊടുക്കണം. ഹി വാസ് കീൻലി അറ്റൻറ്റീവ്. അയാൾ വളരെ ശ്രദ്ധാപൂർവം നിന്ന് അത് എവിഡൻസ് മുഴുവൻ കേട്ടയാളാണ്. അയാളുടെ മുഖത്ത് ഭാവബാധയൊന്നും ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും അയാൾക്ക് അതില് തെറ്റെന്ന് പറയാൻ പറ്റില്ല. കാരണം അതിന് മുഴുവൻ കുട്ടിയുടെ ശരീരത്തില് മുറിപ്പാടുകൾ ഉള്ളത് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.